ശബരിമലയിൽ മണ്ഡല പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒരു മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിലെ രഹസ്യമെന്നും പി.എസ്. പ്രശാന്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മറ്റൊരു മണ്ഡല ഉത്സവത്തിന് കൂടി സമാപനം കുറിക്കുമ്പോൾ ഇത്തവണ വലിയ പരാതികളില്ല, പരിഭവങ്ങളില്ല. വളരെ കൃത്യമായി ഭക്തർക്ക് ദർശനം ലഭിച്ചു. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് ആർക്കും ഒരു പരാതിയില്ലാത്ത ഒരു മണ്ഡലകാലമാണ് പൂർത്തീകരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മാജിക്? ഒരു മാജിക്കും ഇല്ല. ഇത് ഒരു നല്ല കോർഡിനേഷൻ, അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റെല്ലാ വകുപ്പ് മന്ത്രിമാരുടെയും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എല്ലാവരുടെയും ഒക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടേക്ക് എത്തി ഭക്തജനങ്ങൾ സംതൃപ്തിയോടുകൂടി മലയിറങ്ങുന്നത് കാണുമ്പോൾ ദേവസ്വം ബോർഡിനൊരു ചാരിതാർത്ഥ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ചില വിഷയങ്ങളിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ദിലീപിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രയാസമുണ്ടായതായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തോന്നിയിട്ടുണ്ടോ? അല്ല, ഈ ഭക്തർക്ക് ഈ കോടതിയായാലും ഗവൺമെൻറ് ആയാലും ബോർഡായാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് സംതൃപ്തമായി ഈ കാര്യങ്ങൾ നടക്കണം, സംതൃപ്തിയോടുകൂടി മലയിറങ്ങാൻ സാധിക്കണം എന്നതാണല്ലോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതിൻ്റെ നല്ല നടപ്പിന് വേണ്ടി കോടതി പല കാര്യങ്ങളും പറയാറുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുതലേക്ക് എടുക്കാറുണ്ട്. ഈ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം അന്ന് സംഭവിച്ചത്, ആ സമയത്ത് പിന്നെ ഒരു ചെറിയ നിമിഷം നമുക്ക് ഭക്തജനങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുമുണ്ട്. പക്ഷേ ഏതൊരു അമ്പലത്തിലും ഏതൊരു ആരാധനാലയത്തിലും ചില പ്രോട്ടോക്കോളുകൾ ഉണ്ട്, ചില പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിവിടെയും വേണം. പക്ഷേ ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാതെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഏതൊരു ആരാധനാലയം പോലെ തന്നെ അതിന് സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ആയിരിക്കും. പിന്നെ ഞങ്ങളൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. തന്ത്രിയുടെ പെർമിഷനോട് കൂടി മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ദേവസ്വം ബോർഡിനുണ്ട്. ഇത്തവണത്തെ മണ്ഡല പൂജകളുടെ സമയക്രമം, അതിൻ്റെ എന്തൊക്കെ നടപടിക്രമങ്ങൾ ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചു, ഒന്ന് പങ്കുവെക്കാൻ കഴിയും? ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മണ്ഡല പൂജകൾ 26-ന് അവസാനിക്കും. 22-ന് പാറമ്പുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു. ഏതാണ്ട് 74 ക്ഷേത്രങ്ങളിൽ കൂടി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അത് പമ്പയിലെത്തുന്നത്. 25-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പമ്പയിലെത്തും. അവിടെ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാന്യ ശ്രീ വി.എൻ. വാസവൻ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. പിന്നീട് 6:30 മണിക്ക് ശബരിമലയിൽ ഭഗവാന്റെ കൊടിമരച്ചോട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും തങ്കയങ്കിയെ ഘോഷയാത്രയെ സ്വീകരിക്കും. 6:30 മണിക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. 26-ന് രാവിലെ 12 മണിക്കും 12:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. പക്ഷെ അന്ന് നെയ്യ് അഭിഷേകമൊക്കെ യഥാവിധി തന്നെ നടക്കും, അതിനൊരു തടസ്സം ഇല്ല. രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. അതോടുകൂടി മണ്ഡലപൂജകളുടെ കാര്യങ്ങൾ അവസാനിക്കും. പിന്നെ ഡിസംബർ 30-നാണ് നട തുറക്കുന്നത്. 5 മണിക്ക് അത് നട തുറക്കും. ബാക്കി കാര്യങ്ങൾ ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിയായ സന്തോഷത്തിലാണ്. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് ഇത്തവണ മണ്ഡലമാസ പൂജകൾക്ക് പരാതികളില്ലാത്ത ഒരു സീസണ് അവസാനം കുറിക്കാൻ സഹായകരമായത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി അത് ഭക്തർക്ക് കൂടുതൽ സൗകര്യമേകിയെന്നാണ് പി.എസ്. പ്രശാന്ത് പങ്കുവെക്കുന്നത്. സന്നിധാനത്തു നിന്നും രവി ബി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്.